ഓക്കെ മാം വന്നേ. Good morning. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Morning. Morning. Good morning, ma'am. Good morning, Miss. Morning. Good morning, ma'am. Ma'am. Good morning, ma'am. Good morning. Prayer. Prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. നല്ല ചിന്തയും എന്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്റെ കരത്തിലും നന്മയും നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്കിലും തെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Okay. Start of today. Okay, ma'am. Good morning, ma'am, and good morning, all my friends. Today's thought is time will elapse, human thoughts and actions must change. കാലം ഇനിയും കടന്നു പോകും, മനുഷ്യ ചിന്തകൾക്കും കർമ്മങ്ങൾക്കുമാണ് മാറ്റം സംഭവിക്കേണ്ടത്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ഓൾ. Signing. Okay, ma'am. Good morning, all respected ma'am and my dear friends. Especially, I would love to welcome all of us. Especially welcome our ma'am. How we all together maintain journey, knowledge and value enjoyable. Best wishes to everyone for another wonderful day. Thank you. Okay. അയച്ചത് ഭയങ്കര വൃത്തിയൊക്കെ ഉണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലേ, സമാധാനമായിട്ടിരിക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് ചെയ്യാനായില്ല. അതൊക്കെ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നല്ല സുഖം. PDF കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. ചെക്ക് ചെയ്യട്ടെ കേട്ടാ. പുതിയതായി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഹോസ്പിറ്റലിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോട്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുവായിരുന്നു ഞാനേ. ഷെഫീന എന്റെ പേര്. ഞാൻ ഇന്ന ദിവസത്തേക്ക് ഇറങ്ങിക്കോട്ടെ ക്ലാസ്സിൽ നിന്ന്. കേൾക്കാൻ പറ്റുന്നില്ല. സ്റ്റെഫി എന്താ പറയുന്നേ? മിസ്സേ, ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നൊന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടോളാം. എന്റെ പേര് കേറിയിട്ട് പറഞ്ഞിട്ട് ഇറങ്ങാനോട്ടായിരുന്നു. ശരി. PDF കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. ചെക്ക് ചെയ്യട്ടെ കേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ? ഒന്നും തന്നിട്ടില്ല. തന്നിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടാ, ഒന്ന് നോക്കട്ടെ.
ക്ലാസ് സ്റ്റാർട്ടായി. PDF കിട്ടുന്നില്ല മാമിന്. ഇപ്പൊ കാണാമല്ലോ. കാണാം മാം. കാണാം മാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തോ? 38 ആണ് പേജ്. ഇമോഷൻ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിൽ ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് ബിയറിംഗ് പ്രാക്ടീസ് പറഞ്ഞിരുന്നു നമ്മള് ഈ ഒരു പോയിന്റ്. അത് പറഞ്ഞതാണ്. പറഞ്ഞാണോ? കുട്ടികളോടുള്ള ഡിയും പറഞ്ഞതാ. ഡിയും പറഞ്ഞാണോ? അതെ. ഓക്കെ. Yes. For parental attitudes and child rearing practice, socio-economic status, family structure. Family structure പറഞ്ഞോ? ഇല്ല. ഇല്ല. എന്താണ് family structure എന്ന് പറയുന്നത്? കുടുംബത്തിന്റെ ഘടന അല്ലെ? നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫാമിലീസുകൾ ഉണ്ട്? നമുക്ക് ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? ഫാദറും മദറും സ്മോൾ ഫാമിലി. 2 ചിൽഡ്രൻസും കാണും. മറ്റേത് ജോയിന്റ് ഫാമിലി ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയല്ല, സ്മോൾ ഫാമിലി, ചെറിയൊരു ഫാമിലി, നാം ഒന്ന് നമുക്കൊന്ന് പറയണ പോലെ. ജോയിന്റ് ഫാമിലിയിൽ കൂട്ടുകുടുംബമായിട്ടുണ്ട്. കൂട്ടുകുടുംബം അല്ലെ? അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ജോയിന്റ് ഫാമിലിയില്? ഒരുപാട് പേര്. പേരൻസ് കാണും. അതെ, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, അങ്കിൾ, ആന്റി, അവരുടെ മക്കള്, കസിൻസ്, കസിൻസ്. ഒരു 7-8 പേര് അല്ലെങ്കിൽ 9 പേരെങ്കിലും മാക്സിമം അല്ലെ? അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ടെങ്കിലും അത്രയും പേരെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളിൽ, അവിടെ ഉണ്ടാകുന്ന കുട്ടികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതായത് നമ്മൾ അണുകുടുംബത്തിലാണെങ്കിൽ ഫുഡിന്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണോ മിസ്സേ? ഭക്ഷണം എല്ലാം കുറച്ചല്ലേ? ബിഹേവിയർ വ്യത്യാസം ഭക്ഷണത്തില് ചെറിയ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ബിഹേവിയർ. ഇപ്പൊ ജോയിന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരുപാട് മെമ്പേഴ്സ് അല്ലെ? അതായത് ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് പലരുടെ ബിഹേവിയർ കുഞ്ഞുങ്ങൾ നോക്കി കാണാൻ അല്ലെ? അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ എല്ലാത്തരം കാര്യങ്ങളും കുഞ്ഞു നോക്കി അവരെ മോഡൽ ചെയ്താണ് കുഞ്ഞു വളർന്നു വരുന്നത്. ഓക്കെ. യെസ്. അതേപോലെ തന്നെ അവരുടെ ആ ഒരു വീടിനകത്തുള്ള ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരങ്ങള്, അവരുടെ ലൈഫ് ഓഫ് ആ ഒരു റുട്ടീൻ, അതൊക്കെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാളെ അല്ല കുഞ്ഞു കാണുന്നത്, അവിടെ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിനെയാണ് കുഞ്ഞു കാണുന്നത്. ഓക്കെ. അത് കുഞ്ഞിന്റെ വളർച്ചയുടെ വികാസത്തെ ഒരേപോലെ തന്നെ സ്വാധീനിക്കും. എസ്പെഷ്യലി അവന്റെ ബിഹേവിയറിനാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അല്ലെ? ഒരു മറ്റുള്ളവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇപ്പൊ അണുകുടുംബത്തിലുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ അച്ഛനും അമ്മയും ഒരു കുഞ്ഞു മാത്രമുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളില്ലേ നമുക്ക് ചുറ്റും? അങ്ങനെയുള്ള കുട്ടികളില് എന്താണ്, വളർച്ച ഉണ്ടാകും, വികാസം സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീട്ടിലുള്ള കുട്ടികളും അല്ലെങ്കിൽ മെമ്പേഴ്സ് കുറവുള്ള വീടുകളിലെ കുട്ടികളും തമ്മില് ബിഹേവിയർ പാറ്റേൺസ് എടുത്ത് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതിന് വ്യത്യാസം വരുന്നത്? പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ്? ഒരു നല്ല രീതിയിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ അവര് തമ്മില് പരസ്പരം. കുറെ ആളുകൾക്ക് കുട്ടികളെ നല്ലോണം കെയർ ചെയ്യാൻ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാവും നോക്കാന്.
യെസ്. അതേപോലെ തന്നെ അവരുടെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എടുത്ത് നോക്കിയാൽ അവിടെയുള്ള കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, മാനസികമായ ഒരു അവസ്ഥ എങ്ങനെയാണ് ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടികളുടെ? സിംഗിളായിട്ട് ഇരിക്കണം അങ്ങനെയുള്ള ഒരു മനോഭാവം. അത് ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന് പോലും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ കിട്ടുന്നില്ല. പാരന്റ്സിന് ജോലിയുള്ളവരാണെങ്കിൽ എന്താണ്, രാവിലെ പോകുന്നു, രാത്രി ആവുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ട്യൂഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞും രാത്രി ആ ഒരു സമയത്തായിരിക്കും എല്ലാവരും കുടിച്ചത്. കുറച്ച് സമയം മാത്രമാണ് അവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അവിടെ ആ സമയത്ത് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എന്നും പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലീസിന് ഒരിക്കലും നമ്മുടെ ബാഡായിട്ട് കാണുന്നതല്ല കേട്ടോ. അതായത് അവിടെ മെമ്പേഴ്സ് കുറവായതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളിൽ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു, ഇപ്പൊ ഒരുപാട് ജോയിന്റ് ഫാമിലി നോക്കുമ്പോൾ ഒരുപാട് പേരായിട്ട് കുഞ്ഞുങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം അല്ലെ. അവരുടെ സംസ്കാരങ്ങൾ പലവരെയും കാണുകയാണ്, പലരുമായി സംസാരിക്കുന്ന, ഇടപെടാനും കോപ്പറേറ്റ് ചെയ്യാനും കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് കുഞ്ഞിന് വൈകിട്ട് മാത്രം അല്ലെങ്കിൽ രാത്രി മാത്രമാണ് അച്ഛനമ്മയെ കൂടെ കിട്ടുന്നത്. ചില സമയത്ത് ഷിഫ്റ്റിംഗ് ഒക്കെ ഉള്ള പാരന്റ് ആണെങ്കിലോ ഒരാളായിരിക്കും ചിലപ്പോൾ കൂടെ ഉണ്ടാവുന്നത് അല്ലെ. അച്ഛൻ ചിലപ്പോൾ പിറ്റേ ദിവസം ആയിരിക്കും, അല്ലെങ്കിൽ അമ്മ പിറ്റേ ദിവസം ആയിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ വരെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള പാരന്റ്സ് ഉണ്ട് അല്ലെ. അതായത് കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിച്ചാൽ ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഒതുങ്ങി പോകുന്ന കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നു ഫാമിലി സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. ജോയിന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ആരെങ്കിലും ഒക്കെ തന്നെ എന്താണ് വീടുകളിൽ ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഒരു ഒറ്റപ്പെടൽ എന്നൊരു തോന്നൽ പോലെ അവിടെ ലഭിക്കുന്നില്ല. ഇവിടെ ജോയിന്റ് ഫാമിലി ആയിട്ട് ആരെങ്കിലും നിങ്ങളുണ്ടോ? ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? എത്ര പേരുണ്ട് വീട്ടില്? എന്റെ വീട്ടിൽ 9 പേരുണ്ട് സർ. 9 പേരുണ്ട്. 9 പേരെന്ന് പറയുമ്പോ ആരൊക്കെയാണ്? ഞാന്, എന്റെ ഉമ്മ, എന്റെ 2 അനിയന്മാര്, അവരുടെ ഭാര്യ, കുട്ടികള്, പിന്നെ എന്റെ കുട്ടികൾ. ഇല്ല, മരിച്ചുപോയി. ഹസ്ബൻഡ് ഗൾഫില. എന്താ? ഹസ്ബൻഡ് ഗൾഫില. നിങ്ങൾ ഇത്രയും പേര് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീട്ടില് ഒരു ദിവസം ഇത്രയും പേര് വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ആകെ മൂഡ് ഓഫ്, വീട്ടില് ഒരു ആകെ ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിരിക്കും. എല്ലാരും ഉണ്ടാവുമ്പോ നല്ല ഹാപ്പിയാണ്. കുട്ടികളും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, ഓരോരുത്തരുടെ അടുത്താ ഉണ്ടാവുക. അവർ ഭക്ഷണം കഴിപ്പിക്കാനും അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരവരപ്പുറം തന്നെ അങ്ങ് കളിച്ചങ്ങ് കഴിച്ചോളും. 3 പേരുള്ള ഫാമിലി ആരൊക്കെയാണ്? 3 പേര് മാത്രം, അച്ഛനും അമ്മയും മാത്രമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ഉണ്ട്. ആരാണ്? സവിത. സവിത വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തോ? ജോലികളാണോ? വർക്ക് ചെയ്യുന്നുണ്ടോ സവിത? ഞാൻ നഴ്സിംഗ് ആണ്. എങ്ങനെയാണോ ന്യൂക്ലിയർ ഫാമിലി? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെ നോക്കാനും ജോലിക്ക് പോവാനും വീട്ടുകാരും എല്ലാം കൂടെ നോക്കാൻ ബുദ്ധിമുട്ടാ. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെയായിട്ട് ബുദ്ധിമുട്ടാണ്. ഇളയ ഒരു കുഞ്ഞ് 2.5 വയസ്സും കൂടെ ആയതുകൊണ്ട് നല്ല പാടാ 3 പേരെ നോക്കിയെടുക്കാൻ. അപ്പൊ ഓർക്കും കൂട്ടുകുടുംബം പോവാൻ നല്ലതെന്ന് ഓർക്കും. തോന്നും അല്ലെ, ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന തോന്നും അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അവരുടെ മൈൻഡിനെയാണ്. കുട്ടികള് ഈ ഒറ്റപ്പെട്ട് വളരുന്ന സിറ്റുവേഷൻസിലാണ് ഇൻട്രോവേർട്ട് സെക്ഷൻസിലൊക്കെ കുഞ്ഞുങ്ങൾ പോയി പോകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ മിങ്കിൾ ചെയ്യാൻ എങ്ങനെയാണ് പരസ്പരം ചിലപ്പോൾ അറിയാതെ പോകുന്നതൊക്കെ ഇതേപോലെ ബേസിക് പോയിന്റ്. അതായത് അവര് സ്റ്റാർട്ടിങ്ങിൽ അവരെ അച്ഛനമ്മനെ മാത്രമാണ് കണ്ടു വളരുന്നത് അല്ലെ. മറ്റ് സൗഹൃദങ്ങളോ ബന്ധങ്ങളോ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് കുഞ്ഞുങ്ങള് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വരുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഫാമിലി സ്ട്രക്ചറും ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ്സുകളോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ടൈമിലൊന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഇതുപോലെ ബിസി ലൈഫുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ജോലിയുള്ള പാരന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാമിലി സ്ട്രക്ചർ കുട്ടിയുടെ വളർച്ചയുടെ വികാസനത്തിനെയും എന്താണ് ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏത് തരം ഫാക്ടറിലാണ്? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിലാണ് നമ്മൾ ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്സ് ആൻഡ് കൾച്ചർ. എന്താണ് സെക്സ് ആൻഡ് കൾച്ചർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്?
How sex and culture influence child growth and development? കുട്ടിയുടെ വളർച്ചയുടെ വികാസത്തിനെയും സെക്സ് ആൻഡ് കൾച്ചർ എങ്ങനെ സ്വാധീനിക്കുന്നു? അതൊരു ചോദ്യമാണ്, എഴുതിയെടുക്കുക, എന്നിട്ട് കണ്ടെത്തി കൊണ്ടുവരാം അടുത്ത ക്ലാസ്സിൽ. എഴുതിയെടുത്തുള്ള ക്വസ്റ്റ്യൻ, ഹൗ സെക്സ് ആൻഡ് കൾച്ചർ, എഴുതിയെടുക്കുക, ഒരു ആക്ടിവിറ്റി ആണ്. ഹൗ സെക്സ് ആൻഡ് കൾച്ചർ എഴുതുന്നുണ്ടോ? How sex and culture influence growth and development of a child. Influence growth and development of a child. Influence growth and development of a child. നിങ്ങൾ അറിയാവുന്നവര് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെങ്കിൽ അത് നോക്കിയിട്ടാണെങ്കിലും ഒരു ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫിൽ മാത്രമേ ആൻസർ മതി കേട്ടോ. ഒരു പേജോ 2 പേജിലൊന്നും വേണ്ട, ഒരു പേജിലുള്ള ഒരു ആൻസർ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി എവിടെന്നെങ്കിലും നോക്കി റെഫർ ചെയ്ത് എഴുതുന്നതാണെങ്കിൽ പോലും അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സ്വന്തം വേർഡ്സിൽ എഴുതിയാലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യാം അടുത്ത ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കേട്ടോ. കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോസ്റ്റ് നാച്ചുറൽ ഫാക്ടേഴ്സിൽ നമ്മൾ ഫിസിക്കൽ എൻവയോൺമെന്റ് പഠിച്ചു, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് പഠിച്ചു. നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് അല്ലെ. നോക്കാം എന്താണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടത്. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. Okay, intellectual environment ഫസ്റ്റ് വരുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? പര്യവേഷണം ചെയ്യാനും പരീക്ഷിക്കാനുള്ള അവസരം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിന് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക അല്ലെ. പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റ്, എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ചിലപ്പോ കേൾക്കുന്നുണ്ട്. പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് എന്താ പറഞ്ഞു? അതാ, ഹൗ സെക്സ് ആൻഡ് കൾച്ചർ ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. അതിന് ഗ്രൂപ്പിലിട്ടാ പോരെ? അതെ, ഗ്രൂപ്പിലിടുമല്ലോ. അതുപോലെ ഹലോ, കേൾക്കാമോ? കേൾക്കാം. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തന്നൊരു ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഒരു എസ്സേ ടൈപ്പ് പോലെയാണോ എഴുതേണ്ടത്? വേണമെന്നില്ല, ഷോർട്ട് ആൻസർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനെ ഐഡന്റിഫൈ ആൻസർ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. വലിയ രീതിയിലൊന്നും വേണ്ട, എസ്സേ പോലെ ഒന്നും എഴുതണ്ട, ഷോർട്ട് നോട്ട് പോലെ എഴുതിയാലും മതി. ഒരു ഹാഫ് പേജോ 1 പേജോ മതി, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒതുങ്ങുന്ന പോലെ. ഓക്കെ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ എന്താണ് നമ്മൾ പറയുന്നത്? ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. കുട്ടിക്ക് പര്യവേഷണം ചെയ്യാനും പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടിപ്പോയി എന്ത് ചെയ്യും? അതിനെ ബ്രേക്ക് ചെയ്യും. അയ്യോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റാറില്ലേ കുഞ്ഞിനെ? എന്തുകൊണ്ടാണ്? ചിലപ്പോ അത്
അത് സിറ്റുവേഷൻ നോക്കിയിട്ട് അപകടകരമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് കുഞ്ഞിനെ മാറ്റണം. അല്ലാതെ അവരിപ്പോ പ്രകൃതി റിലേറ്റഡ് ആയിട്ട് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പൂവിനെ പിടിക്കുക അല്ലെങ്കിൽ ഒരു ഇല പറിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എന്ത് കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അവിടെ പോയി അവിടെ ബ്രേക്ക് ചെയ്യിക്കരുത്. എന്തുകൊണ്ടാണ്? അപ്പൊ അവനവിടെ അത് കണ്ടെത്താനുള്ള അവന്റെ കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടിക്ക് കണ്ടെത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാകുന്നു. ഓക്കെ, എന്ത് തരം കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലാണ് അല്ലെ. നമ്മളോടാണെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ്, അതാണ്, ഇതാണൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കണ്ടെത്താനുള്ള ഒരു മനോഭാവം കൂടുതലാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ അത്തരം ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മളായിരിക്കണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മാത്രമല്ല കുട്ടിയുടെ ഭൗതികപരമായിട്ടുള്ള എല്ലാത്തരം വികാസനത്തിനും അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യും. ഓക്കെ, അത് ഓരോരോ സ്റ്റേജിൽ മാത്രമാണ് കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ മാത്രമേ കുഞ്ഞുങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് ക്യൂരിയോസിറ്റി കാണിക്കുള്ളൂ അല്ലെ. നമുക്കറിയാം അവരെ ഒരു ഏർലി സ്റ്റേജസിലാണ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും തൊടാനും കണ്ടും കേട്ടൊക്കെ അറിഞ്ഞു വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങള് പാരന്റ്സ് ആയിരിക്കും കൂടുതൽ അതിനുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടത്. ഒരിക്കലും അവരുടെ കണ്ടെത്താനുള്ള അവരുടെ മനോഭാവത്തെ ഒരിക്കലും നമ്മൾ തടയരുത്. ഓക്കെ, യെസ്, അവസരം കൊടുക്കേണ്ടത് ആരാണ്? പാരന്റ്സ് തന്നെയാണ്. Then allows inquisitiveness to ask questions. Second one എന്താണ്? നമ്മളിപ്പോ നോക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, കുട്ടിയുടെ ഭൗതികപരമായിട്ടുള്ള വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ എന്താണ്? arouse inquisitiveness to ask questions. arouse inquisitiveness to ask questions എന്താണ്? കുട്ടികളെ ചോദ്യം ചോദിക്കാനുള്ള ജിജ്ഞാസ നടത്തുക. നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ആൻസർ പറയും, 2-3 പ്രാവശ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലെ. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാറില്ലേ കുഞ്ഞിനോട് ചില സമയത്ത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അവർ പല പല ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. അറിയാവുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? അറിയാവുന്നത് പോലെ പറഞ്ഞു കൊടുക്കുക. അത് അവരുടെ ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ അത് ചോദിക്കുന്നത്. അറിയാനുള്ള വ്യഗ്രത കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസി കൊണ്ടാണ് കുഞ്ഞ് അത്തരം ചോദ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. എന്തിനും ഏതിനും സംശയം ഒരിക്കും അവർക്ക് അല്ലെ. കണ്ടിട്ടില്ലേ? അമ്മ എന്താണ് അതിങ്ങനെ, ഇന്നിച്ചത് എന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാറില്ലേ പല കാര്യങ്ങളും കുഞ്ഞുങ്ങള്? എന്നിട്ട് ആൻസർ ചെയ്ത് കൊടുക്കാറുണ്ടോ? പറ്റാവുന്നിടത്തോളം പറഞ്ഞു കൊടുക്കും അല്ലെ. പറ്റാവുന്നിടത്തോളം പറഞ്ഞു കൊടുക്കും. പക്ഷെ ചില കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിരിക്കും ഈ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു പ്രവണത കൂടുതലുള്ള കുഞ്ഞുങ്ങള് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം കയറുന്നത് അല്ലെ. ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാലേ പിന്നെയും ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അത് ചോദിക്കുന്നത്? അവർക്ക് ഇന്റലക്ച്വലി വികാസം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതറിയാനുള്ള ടെൻഡൻസി മൂലമാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ചോദ്യം ചോദിക്കാനുള്ള ഒരു ജിജ്ഞാസന അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിനെ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. അതിനെ സപ്പോർട്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. കാരണം നോർമലി ഒരു പ്രശ്നമില്ലാത്ത കുഞ്ഞുങ്ങൾ മാത്രമാണ് അങ്ങനെ അത്തരം സംശയങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങൾ ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. അവരവരുടേതായ ഓരോ വികസനത്തിന്റെ ഘട്ടത്തിൽ ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോർമൽ ബിഹേവിയർ ആണെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നിങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? പല കാരണങ്ങൾക്ക് പുറത്തു പോകുമ്പോഴോ വീടിനുള്ളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കാറില്ലേ കുഞ്ഞുങ്ങളാ? എന്തുകൊണ്ടാണ്, എന്താണ് എന്നന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരം കിട്ടുന്നത് വരെ ചിലപ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ആൻസർ കൊടുക്കുമ്പോ ആൻസറുമായി ബന്ധപ്പെട്ട് പിന്നെയും ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കും അല്ലേ? ചോദിക്കാറില്ലേ? ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വളരെ ബോറായി പോകട്ടെ. എന്തെങ്കിലും ചോദിക്കുമ്പോ അവിടുത്തെ തമ്പടിച്ചുകൊണ്ടിരിക്കാതെ വായ തുറന്ന് ആൻസർ പറയണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? എൻകറേജ്മെന്റ്. എന്താണ് റീജു? എന്റെ മോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ അവനക്ക് ഇപ്പോഴും ചോദ്യം ചോദിക്കലിന് ഒരു കുറവുമില്ല. 100 സംശയം ഓരോ കാര്യത്തിൽ. അത് കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കുഞ്ഞ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 14 വയസ്സല്ലേ?
അതെ മിസ്സേ. നമ്മള് ഒരു 4th ചാപ്റ്ററിൽ നമ്മൾ ഒരു വലിയ തിയറി പഠിക്കുന്നുണ്ട്. തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് സ്റ്റേജിലാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടി കുട്ടികളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ അവരുടെ സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നതിന് ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിയൽ ലൈഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും നമ്മളുടെ ലൈഫിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള അനുഭവത്തിലൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്ത് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സബ്ജക്ട് നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെയും പഠിച്ചിറങ്ങിയ കുട്ടികളിൽ അത്രത്തോളം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ അത് ഉണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം കേട്ടോ. പിന്നെന്താണ് നെക്സ്റ്റ് വരുന്നത്? എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക്? എൻകറേജ് ചെയ്യാറുണ്ടോ കുട്ടികളെ നിങ്ങള്? ഉണ്ട്. ചെയ്യണം. ചെറിയ കാര്യങ്ങൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി എന്താണ് നമ്മള് വളരെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇല്ലേ? ഒരു ചെറിയൊരു പൂവിന്റെ പടം വരച്ചാൽ നമ്മൾ അതിനെ അത്ര ഹാപ്പിനെസ് കൊടുത്തായിരിക്കും അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വരക്കാൻ ചിലപ്പോ ചില കുഞ്ഞുങ്ങൾക്ക് വരക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, എങ്കിലും അവർ ഒരു ചെറിയ പടം വരച്ചാൽ പോലും എന്താണ് നമ്മൾ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, നല്ല ഫീഡ്ബാക്ക് വെരി ഗുഡ് അല്ലെങ്കിൽ നല്ല കോംപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ കുട്ടികളിൽ നല്ല മനോഭാവങ്ങളാണ് രൂപപ്പെടുന്നത്. ഓക്കെ, അത് അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്സുകൾ ഏത് കാര്യം, ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്ത് കാര്യങ്ങളും കുട്ടികൾ നല്ലത് ചെയ്താലും പോസിറ്റീവ് ഫീഡ്ബാക്സുകൾ കൊടുക്കണം. നെഗറ്റീവ്സ് ആണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മ നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് വെരി ഗുഡ്, നല്ലതാണെന്ന് പറയാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? നല്ലതെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മളിപ്പോ വലുതായി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്, ടീച്ചേഴ്സിന്റെ ഒക്കെ സ്കൂളുകളിൽ കുട്ടികൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് എന്നല്ലേ ഹോൾ ക്ലാസ് ചിലപ്പോൾ ക്ലാപ്പ് ഒക്കെ കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അത് അവർക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് അത് കൊണ്ടുവരുന്നത് ഓരോ സ്റ്റേജസിലും. ഓക്കെ, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സുകൾ കുട്ടികൾക്ക് കൊടുക്കുക, നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, then providing a variety of activities, namely reading, storytelling, drawing, playing music, dancing and dramatizing. ഇനി അവർക്ക് അവരുടെ ഇന്റലക്ച്വൽ വികാസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്? ആക്ടിവിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? റീഡിങ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും ഫോൺ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും നോക്കുന്നത്. ആരും തന്നെ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ തന്നെ എന്താണ് ചെറിയ ചെറിയ കഥകളോ കവിതകളോ അങ്ങനെ എന്തെങ്കിലും പസിൽസ് ഒക്കെ ഉള്ള ബുക്സുകൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക, കൂടെ ഇരുന്ന് വായിപ്പിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അത് നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് അതിലേക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. നമ്മൾ അവസരം കൊടുത്താൽ മാത്രമേ കുഞ്ഞിന് റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റൂ. അപ്പൊ ഒരു ദിവസമെങ്കിലും എന്താണ് ഏതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഹാഫ് പേജോ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, മുഴുവൻ വായിക്കുന്നെങ്കിൽ ഒരു വായിക്കട്ടെ, ഒരു പ്രശ്നമില്ല. ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വ്യക്തമായിട്ട് എല്ലാവരും മലയാളം എഴുതാറുണ്ടോ? മലയാളം ചെറിയ കുട്ടി ചെയ്യാറുണ്ട്, വലിയ കുട്ടിക്ക് മലയാളം അറിയില്ല. എല്ലാം ചെറിയ കുട്ടിക്ക് അറിയാം, വലിയ കുട്ടിക്ക് അറിയില്ല. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ അവരെ സംയുക്ത ഡയറി എന്ന് പറഞ്ഞൊരു ഡയറി ഉണ്ട്. അറിയാമോ നിങ്ങൾക്കത്? സംയുക്ത ഡയറി ഉണ്ട് മാഡം. എന്റെ മോളാ ചെയ്യുന്നുണ്ട് സംയുക്ത ഡയറി. ഇപ്പൊ അവൾ ഒറ്റയ്ക്ക് മലയാളം എഴുതുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അത്. കാരണം വെച്ചാല് ആ കുഞ്ഞിന്റെ സംയുക്ത ഡയറിയിൽ അത് ഉദ്ദേശിക്കുന്നത് ഡേറ്റ് എഴുതും, ഇന്ന് ചെയ്ത കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് അല്ലെ? അങ്ങനെയല്ലേ വീട്ടിൽ എഴുതുന്നത് കുഞ്ഞ്? അതെ അതെ മാഡം. ഇപ്പോൾ നടന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും, ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് 3 വരി നിർബന്ധമാണ്. അതെ, അത് ശനി ഞായറുണ്ട്.
എല്ലാ ദിവസവും കുഞ്ഞ് എഴുതി എഴുതി എന്താണ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുന്ന സമയത്ത് കുട്ടികൾ നല്ല രീതിയിൽ മലയാളം എഴുതും. നിങ്ങളൊക്കെ എന്റെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെറിയ മോൾക്ക് നല്ലൊരു ഭാവനയുണ്ട്. അവള് രാവിലത്തെ കാര്യങ്ങൾ, ആ മഞ്ഞ് വരുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, അതൊക്കെ ഇലകളുടെ അടിയില് മഞ്ഞ് തുള്ളിയായിട്ട് വെള്ളം നിൽക്കുന്നത്, അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ട് എഴുതുന്നത്. കുഞ്ഞിപ്പോ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എഴുതാനുള്ള അവസരങ്ങളും കാര്യങ്ങളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞിന് നല്ലൊരു ഭാഗ്യം ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ അതൊരു സ്റ്റേജ് വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോ കുഞ്ഞ് വേറെ ഒരു ടെൻഡൻസിയിലേക്ക് പോകും. ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഈ ചെറുപ്പകാലത്തുള്ള ഈ സർഗവാസനകൾ അതേപോലെ തന്നെ തുടരും. ചിലർക്ക് എന്താണ് ഒരു കാലഘട്ടം എത്തുമ്പോൾ ആ ഒരു മൈൻഡ് മാറുന്നു, ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിക്കുന്ന സമയത്ത് അതൊക്കെ മാറും. ചിലവരെന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇത് തന്നെ പോകും. അപ്പൊ നിങ്ങൾ ഇതേപോലെ മലയാളം അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എല്ലാ ദിവസവും അന്നത്തെ ഒരു കാര്യം മാത്രം കൊണ്ട് എഴുതിയാൽ മതി. രാത്രി ഇന്ന് ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് പറഞ്ഞു കൊടുക്കണം ഒരു അക്ഷരങ്ങൾ എങ്ങനെയാണെന്ന്. എഴുതി 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 നിങ്ങൾ നോക്കൂ. ഒരു 1 year ഒക്കെ ആകുമ്പോഴേക്കും അവർ നല്ല രീതിയിൽ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കും. ഓക്കെ, മലയാള ഭാഷയെ നിങ്ങൾ അതേപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരിക്കലും മലയാള ഭാഷയെ മറന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒരിക്കലും വളർത്തരുത്. എല്ലാവരോടും അത് പറയുന്നത് കേട്ടോ. ചെറിയ വാക്കുകളിലൂടെ വരെ മലയാളം എന്നാലും നമ്മുടെ മാതൃഭാഷയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. ചെറിയ വാക്കുകൾ മതി. അന്നത്തെ ഒരു സ്പെഷ്യൽ കാര്യം അല്ലെങ്കിൽ അന്നത്തെ അവന് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ അത് മാത്രം എഴുതിക്കുക കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. നല്ല കാര്യം മിഥുല പറഞ്ഞിട്ടില്ല, കുട്ടിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടി നന്നായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോ നല്ല രീതിയിൽ മലയാളം എഴുതുന്നുണ്ടെന്നാണ് ആ കുട്ടി പറഞ്ഞത് അല്ലേ മിഥുല? അതെ മാഡം. യെസ്. ഇപ്പൊ റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കി എടുക്കുക. നെക്സ്റ്റ് എന്താണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്? സ്റ്റോറി ടെല്ലിംഗ് അല്ലെ? സ്റ്റോറി ടെല്ലിംഗ് എന്താ? സ്റ്റോറി ടെല്ലിംഗ് കഥകൾ പറഞ്ഞു നമ്മള് ചെറിയ കാലത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ കാർട്ടൂൺസിലൊക്കെ കഥ കണ്ടിട്ട് ആ കഥ നമ്മളോട് ഒന്ന് പറയാറുണ്ട്. ചില കുഞ്ഞുങ്ങളുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ഇല്ലാത്ത കഥകൾ പറയും. കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല. ഇമാജിനേഷൻ ചെയ്തിട്ട് പല കാര്യങ്ങൾ ഇല്ലാതെ പറയും. ഇവിടുന്ന് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്ത് ചിലപ്പോ അതൊരു കഥയായിരിക്കും. ചിലപ്പോ പച്ച കളറിലെ കോഴിയെ കണ്ടു അല്ലെ? ഇപ്പുറത്തെ വീട്ടില് പച്ച കളറിലെ കോഴിയെ കണ്ടു. പച്ച കളറിലെ കോഴി ഇല്ല അല്ലെ? പക്ഷെ കുഞ്ഞെന്താണ്? കുഞ്ഞിന്റെ ക്രിയേറ്റിവിറ്റിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞ് പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കരുത്. അവർ പറഞ്ഞോട്ടെ, അറിയാവുന്ന രീതിയിൽ. അതൊക്കെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ ബിഹേവിയർ ആണത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കഥകൾ അല്ലെങ്കിൽ സ്റ്റോറി ബുക്സുകൾ വാങ്ങിച്ചു. ഇപ്പൊ മോറൽ സ്റ്റോറികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെ? ഈ മോറൽ വാല്യൂസിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു ശരിക്കും അറിയട്ടെ. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ മോറൽ ആയിട്ടുള്ള വാല്യൂസ് കുഞ്ഞുങ്ങള് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. കാരണം നമ്മൾ പഠിച്ചൊരു തലമുറയല്ലേ ഇപ്പോൾ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ആ മോറൽ വാല്യൂസ് ഒക്കെ എന്താണെന്നൊക്കെ അറിയാൻ പറ്റൂ. അപ്പൊ അത്തരം സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ ഡ്രോയിങ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റി ആക്ടിവിറ്റീസ് ആണ് എന്താ? ഡ്രോയിങ് എന്ന് പറയുന്നത് അല്ലെ? ചിത്രരചന അല്ലെ? അത് പെൻസിലായിട്ട് വരുന്നുണ്ട്, കളേഴ്സ് ഉപയോഗിച്ചിട്ട് കുഞ്ഞ് ചെയ്യുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമാണത്. ചില കുട്ടികള് പെൻസിൽ ഡ്രോയിങ് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ക്രയോൺസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കളേഴ്സ് അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താ പറയാ വാട്ടർ കളേഴ്സ് ഇല്ലേ, വാട്ടർ കളർ അങ്ങനെ അങ്ങനെ ഫാബ്രിക് പെയിന്റ്സുകൾ അങ്ങനെ ഇഷ്ടപ്പെടാം. അത് ഡ്രോയിങ്സിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മളത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് പറ്റാവുന്ന രീതിയിൽ കേട്ടോ. വലിയ വലിയ കാര്യങ്ങളല്ല പറയുന്നത്. ഒരു ചെറിയ പൂവാണെങ്കിലും ഒരു ആനയാണെങ്കിലും അതിനൊക്കെ വരക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നിരുത്സാഹപ്പെടുത്തുന്ന സമയത്ത് എന്താണ് കുഞ്ഞിന് പിന്നീട് അത് ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മളൊരു നോ പറയുന്ന സമയത്ത് കുട്ടിയിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പല ഡിഫിക്കൽട്ടീസും കുഞ്ഞിന് ഉണ്ടാവാനായിട്ട് കാരണമാവും. അപ്പൊ അത്രയും നമ്മൾ ഒരിക്കലും നോ പറയാതിരിക്കുക. ദെൻ പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രമാറ്റൈസിങ്. എന്താണ് പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രമാറ്റൈസിങ് എന്ന് പറയുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണത്? എന്തൊക്കെയാണത്? പാട്ട്, ഡാൻസ്, പാട്ട്, ഡ്രാമ, നാടകം. നാടകം അഭിനയിച്ച് കാണിക്കുന്ന ഓരോ കാര്യങ്ങള്, റോൾ പ്ലേ അല്ലെ? ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ പാട്ട് പാടാൻ എല്ലാ കുട്ടികൾക്കും പറ്റുന്നൊന്നുണ്ടാവില്ല. പക്ഷെ
ചില കുട്ടികൾ എന്താണ് നല്ല രീതിയിൽ പാടുന്നവരുണ്ടാവും, പാടാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, പാടാൻ ഇഷ്ടപ്പെട്ട് പാടുന്നവരുണ്ടാവും. ഓരോരുത്തർക്കും ഒരു ടേസ്റ്റ് ആണ് അല്ലെ. ആ ടേസ്റ്റിനനുസരിച്ച് മാത്രം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കായിരിക്കും കുറെയൊക്കെ പാട്ട് പാടാൻ ഇഷ്ടം കൂടുതൽ, കുറെ പേര് ചെറുപ്പകാലങ്ങളിൽ. ആൺകുട്ടികൾ ഇല്ലാന്നല്ല പറഞ്ഞിട്ട്, എങ്കിലും ഇഷ്ടം ഡാൻസിങ് ഒക്കെ പെൺകുട്ടികൾക്ക് തന്നെയാണ് അല്ലെ. ഡാൻസ് ചെയ്യാനും പെൺകുട്ടികൾക്ക് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അല്ലെ. നിങ്ങളുടെ പെൺകുട്ടികളുള്ള അമ്മമാരില്ല? അയ്യോ മാം, ഇപ്പൊ റീൽസ് ഉള്ള കാരണം കൊണ്ട് ഭയങ്കര ഇതാണത്. ഡാൻസിങ് ആണ് അല്ലെ. ഓക്കെ, പഠിച്ചോട്ടെ, നല്ല കാര്യമല്ലേ ഡാൻസ് കളിക്കുക, പാട്ട് കളി. കുട്ടികളെ എല്ലാ കഴിവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അതേപോലെ ഇതുപോലെ റോൾ പ്ലേ ചെയ്യുന്നത്, ഇപ്പോ നിങ്ങളും അവസരങ്ങൾ കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് റോൾ പ്ലേസ്. അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് 50 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഡോറ ബൂജിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ചോട്ടാ ഭീമന്റെ ക്യാരക്ടർ, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ ആ ക്യാരക്ടേഴ്സിനെ അവരേക്ക് അഭിനയിപ്പിക്കുക. ഓക്കെ, ചിലപ്പോ ഒരാൾക്ക് തന്നെ 10 ക്യാരക്ടർ അവതരിപ്പിക്കാനും പറ്റും അല്ലെ. ഒരാളെ കൊണ്ട് തന്നെ നമുക്ക് 10 ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും ഒരാളിൽ തന്നെ. 2-3 കുട്ടികളുള്ളവരാണെങ്കിൽ എന്താണ്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഇൻ കേസ് വീട്ടിലാണെങ്കിൽ എന്താണ്, വീട്ടിൽ നിങ്ങൾ അത്തരത്തിലുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ഡയലോഗ്സുകൾ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. അതിൽ കാർട്ടൂൺസിലൊക്കെ ഒരു ഡയലോഗ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്തായിരിക്കും. അത് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അത് കുറച്ചും കൂടി, പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ, അപ്പൊ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ എപ്പോഴെപ്പോഴും ചെയ്യാന്ന് പറയും. പല കുട്ടികളും തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള റോൾ പ്ലേസ് നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റോൾ പ്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്താണ്, അങ്ങനെ ഓരോ ഡയലോഗ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഒരുപാട് സന്തോഷമായിരിക്കും കുട്ടികൾക്ക്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ചെറിയ കാലം മുതലേ നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുട്ടികളിൽ ഒരുപാട് മാറ്റം ഇന്റലക്ച്വലി സംഭവിക്കും. ഓക്കെ, ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ടതിനനുസരിച്ച് കൊടുത്താൽ മാത്രമേ കുട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താണ്, പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ് ആണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്, ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഓക്കെ, നിങ്ങൾ ഇത് നോക്കിയപ്പോ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകങ്ങളും അവനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പഠിച്ചിടത്തോളം മനസ്സിലായോ അത്? മനസ്സിലായി. യെസ്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞില്ലേ, എന്തോ ചോദിച്ചോ പാൻസ? സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ആണ് പറഞ്ഞു തന്നിരുന്നില്ല അത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ? എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? മിക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഓർക്കുന്നില്ലടോ. ഓക്കെ, നമ്മള് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? സ്റ്റാറ്റസ് ഇക്കണോമിക്കലി എല്ലാത്തരം കഴിവുകൾ, എല്ലാത്തരം കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇക്കണോമിക്കലി സ്റ്റാറ്റസ് കുറവുള്ള ആൾക്കാരുണ്ട് അല്ലെ. സൊസൈറ്റിയില് പിന്നോട്ട് നിൽക്കുന്നവരുണ്ട്, മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. 2 തരം കാറ്റഗറീസ് ഇല്ലേ നമ്മുടെ സൊസൈറ്റിയില്. അതായത് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസോടെ വളരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്, അതൊന്നും ഇല്ലാതെ വളരുന്ന കുട്ടികളും ഇല്ലേ? ഉണ്ട് മാം. ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ നമ്മുടെ ലൈഫ് ഫെസിലിറ്റീസ് കൂടുതലുള്ള ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാണെങ്കിൽ, നമ്മളിപ്പോ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ കുട്ടികളെയും അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും അല്ലെ. ഫിസിക്കൽ ഫീച്ചറിൽ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ലേ നമുക്ക്? മനസ്സിലാവോ? ഉള്ളവരെ ഇല്ലാത്തവരെ വ്യക്തമായിട്ട് മനസ്സിലാവുക. എന്താണ് ഡ്രസ്സിലും വേറൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ബിഹേവിയർ ഫീച്ചേഴ്സിലൊക്കെ എന്താണ് ആ കുട്ടിയിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ,
അതേപോലെ തന്നെ അതായത് അവന് നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കിട്ടുന്നുണ്ട്, നല്ല ഡ്രസ്സിങ്, പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർക്കുണ്ട്, ആ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. അവന്റെ എക്കണോമിക്കലി സമൂഹത്തിൽ അവൻ എന്താണ് സാമ്പത്തികമായിട്ട് അവന്റെ സ്റ്റാറ്റസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ എന്താണ്, പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ എല്ലാ സൗകര്യം ലഭിച്ചാൽ പോലും എന്താണ് ബിഹേവിയറൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ചില സാഹചര്യങ്ങൾ അവർക്ക് സിറ്റുവേഷൻ ബേസ്ഡ് എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ, ഇനി ഇക്കണോമിക് സ്റ്റാറ്റസ് കുറവുള്ള കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇക്കണോമിക് സ്റ്റാറ്റസ് കുറവുള്ള കുട്ടികള് നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ലഭിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ പോലുള്ള കുറെ ഏരിയാസില് ഭക്ഷണം 3 നേരം മാത്രം, 3 നേരം എങ്ങനെയോ അത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതായത് സ്കൂളിൽ ഉച്ചഭക്ഷണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്ന കുട്ടികളുണ്ട്. അതായത് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണ്, നല്ലൊരു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യമുള്ള കുഞ്ഞുങ്ങളുള്ള നാടുകളുണ്ട്, പല നാടുകളും. അവിടെ ആ സ്കൂളിൽ ഉച്ചഭക്ഷണം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അത് മാത്രം കഴിച്ചിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നല്ല രീതിയിൽ പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ, നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ? കിട്ടാത്തപ്പോ എന്ത് സംഭവിക്കുന്നു? അവരുടെ ഗ്രോത്തിനെയും വളർച്ചയെയും വികാസത്തെയല്ലേ ബാധിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ ഫിസിക്കൽ ടീച്ചറിൽ കണ്ടാൽ ശോഷിച്ച് മെലിഞ്ഞ് വല്ലാത്തൊരവസ്ഥയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? മുടിയൊക്കെ പാറി പറന്ന് അങ്ങനെയൊക്കെ പറന്ന് മുഖത്തൊക്കെ വെള്ളപ്പാണ്ട്, ന്യൂട്രീഷ്യസിന്റെ ഒക്കെ കുറവ് പോലെ വെള്ളപ്പാണ്ടുകള്, നെല്ലൊക്കെ പൊന്തി അല്ലെ, ബോൺസ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. വല്ലാത്തൊരു കോലമുള്ളത്. അത് അവരുടെ എന്താണ് ഇക്കണോമിക്കലി അവർ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങളോ നല്ല ഫെസിലിറ്റീസോ ഒന്നും അവർക്ക് അവിടെ അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. അതിൽ തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയുടെ വികാസം ഒരേപോലെ തന്നെ ബാധിക്കുന്നത്. ഓക്കെ, നല്ല ഫുഡ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ മാത്രമേ ചില കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ അതുപോലും കിട്ടാത്ത രീതിയിലുള്ള കുട്ടികളാണ് എന്ത് ഇക്കണോമിക്കലി പുറകിൽ അല്ലെ, പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതാണ് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന രീതിയിൽ അവിടെ ആ ഒരു സാമൂഹ്യ വൈകാരിക അന്തരീക്ഷം അവർക്ക് മാനസികമായിട്ട് തന്നെ തകരാറുകൾ സംഭവിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ പഠിച്ച കാലഘട്ടത്തില് നമ്മുടെ പഠിച്ച കാലഘട്ടം ആലോചിച്ച് നോക്കി. ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് ബുധനാഴ്ച ദിവസം യൂണിഫോം ഇല്ല, നമുക്ക് കളർ ഡ്രസ് ആയിരുന്നു വേണ്ടുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബുധനാഴ്ച ദിവസങ്ങളില് കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിരുന്നു സ്കൂളില്. ഇല്ല, ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അധികം ഡ്രസ്സുകളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചും കൂടി സ്റ്റാറ്റസ് ഉള്ള ഒരാള് എല്ലാ ബുധനാഴ്ചയും വെറൈറ്റി ഡ്രസ്സാണ് ഇട്ടുന്നത്. നമ്മള് ഒരു മാസം കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവനും മാറി മാറി ബുധനാഴ്ച ഇട്ട ഡ്രസ്സുകൾ എന്തെങ്കിലും അടുത്ത ബുധനാഴ്ച ഇടുന്നുണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ സമയത്തൊക്കെ നമുക്ക് മാനസികമായി വളരെ വിഷമം തോന്നിയിട്ടുണ്ട് അല്ലെ. ഒരു നല്ല ഡ്രസ്സ് ഇടാനത്, കളർ ഡ്രസ്സ് ബുധനാഴ്ച എന്ന് ഓർക്കുമ്പോൾ പലർക്കും വിഷമമായിരുന്നു. കാരണം നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പക്ഷെ അതിനെ തന്നെ ചില ടീച്ചേഴ്സ് നല്ല മോശമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം നല്ല ഡ്രസ്സ് ഇട്ടിരുന്നവരെ അന്ന് ഫസ്റ്റ് പീരീഡ് ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല ഡ്രസ്സാണ്, അതാണ് ഇതാണ്. നമുക്ക് ഒരു ദിവസം പോലും എന്താണ് നല്ല ഡ്രസ്സ് ഇട്ട് ഒന്ന് കാണിക്കാനും ടീച്ചർ അതേപോലെ മുന്നോട്ട് കൊണ്ടുവരാനും ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ MT40 ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കാരണം ആ കുട്ടി പറയും, ടീച്ചർ എല്ലാ ബുധനാഴ്ചയും ആ കുട്ടി എപ്പോഴും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരും. എനിക്ക് ഒരു ദിവസം പോലും നല്ല ഡ്രസ്സ് ഇട്ട് ക്ലാസ് മുറിയിൽ വരാനായിട്ട് പറ്റിയിട്ടില്ല, എന്നും കീറിയ യൂണിഫോംസ് ആണ്. അപ്പൊ ആ കുഞ്ഞ് പറയാണ്, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം. ആൾക്ക് ഇപ്പൊ 42 വയസ്സായിട്ട് മാനസികമായി വളരെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല ഫുഡ് കിട്ടുന്നില്ല, നല്ല ഡ്രസ്സ് ഇല്ല എന്നുള്ള തോന്നലുകൾ ആ കുട്ടികളിൽ ലഭിക്കുന്ന ആ കുട്ടിക്ക് ശരിക്കും തിരിച്ചറിയണം അല്ലെ. ഒരു ദിവസം പോലും ടീച്ചർ പോലും അങ്ങനെ കാണിക്കുകയാണ്. ആ കുട്ടിയെ മാത്രം ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം 50 പേരെങ്കിൽ 50ാമത്തെവനായിരിക്കും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള. അപ്പൊ അവനെ മാത്രം ടീച്ചർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പൊ ആ കുട്ടി അന്ന് നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നപ്പോ എന്താണ് ടീച്ചർ ഹോൾ ക്ലാസ്സിനെ വിളിച്ച് നിർത്തിയിട്ട് ആ കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടിയുടെ മാനസികമായിട്ടുള്ള നിലകളെ പോലും ഈ ബിഹേവിയറിൽ കുട്ടിയിൽ പല വ്യതിയാനങ്ങളെ ഈ ഇക്കണോമിക് സ്റ്റാറ്റസ് മൂലം കുട്ടിയിൽ എന്താണ് വൈകാരികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതേപോലെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഉച്ചഭക്ഷണം സ്കൂളിലെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഗവൺമെന്റ് പല പ്രോഗ്രാംസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാവർക്കും ഒരേപോലെ ഒന്നും ലഭിക്കുന്നില്ല അല്ലെ.
നമ്മുടെ ന്യൂസിൽ പല പ്രോഗ്രാംസ് പദ്ധതികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ലഭിക്കുന്നുണ്ടോ നമുക്ക് അറിയുന്നുണ്ടോ? എല്ലാ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ? ഒന്നും കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വളരുന്ന കുഞ്ഞുങ്ങളും പല പല സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി ഇതേപോലെ ഗ്രാമപ്രദേശങ്ങൾ, വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഓക്കെ, അതാണ് സോഷ്യൽ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്നിവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ മനസ്സിലായോ? മോളുടെ അച്ഛനൊക്കെ പറയാറുണ്ടേ ഇവർക്ക് യൂണിഫോം 2, 3 സൈസ് ഒക്കെയാണ്. അപ്പൊ മൂപ്പര് പറയാറുണ്ട് അവരൊക്കെ ഒരു യൂണിഫോം ഒരാഴ്ച വൈകിട്ട് വന്ന് തിരുമ്പിയിട്ട് പിറ്റേ ദിവസം അതന്നെ ഇട്ടിട്ട് പോകണം. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അവരൊക്കെ വളർന്നെന്ന് പറയാറുണ്ട് ഇവരുടെ അടുത്ത്. ഇവര് ഒരു ചെറിയൊരു ഇറക്കം കമ്മിയാവും അല്ലെങ്കിൽ ചെറിയൊരു കീർന്ന് വന്നാലും കൂടി ആ യൂണിഫോം പിന്നീട് യൂസ് ചെയ്യില്ല, പുതിയത് എടുത്തു കൊടുക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെ അവര് എന്തുകൊണ്ടാണ് നമ്മുടെ പറയാറുണ്ട്. കുട്ടികൾക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ? അവർക്കറിയാം എന്താണെങ്കിലും അച്ഛനൊക്കെ അത് വാങ്ങിത്തരും അല്ലെ, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു തലമുറകളെ കുറിച്ചിട്ടും അല്ലെ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഭക്ഷണം പോലും കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിയട്ടെ, ഒക്കെ മനസ്സിലാക്കട്ടെ. കാരണം അപ്പോഴാണ് അവർ മനസ്സിലാക്കി തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമുക്ക് കുട്ടികൾ അതൊക്കെ അറിഞ്ഞ് തന്നെ വളരട്ടെ. അതാണ് വേണ്ടത്, തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ ഒരു ഞാൻ അങ്ങനെ പറയാറുണ്ട് മാം. ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കഴിക്കാൻ വലിയ മടിയാ. അപ്പൊ ഓരോ ഇതിങ്ങനെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അന്നേരം അവര് അത് കണ്ടിട്ട് കഴിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതെ, നല്ല കാര്യം കേട്ടോ. യെസ്. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഡെവലപ്മെന്റൽ ഭാഗത്തുനിന്ന് വേറെ ഏതെങ്കിലും യൂണിറ്റ് 2 ആരെങ്കിലും എടുത്തു തുടങ്ങിയോ? യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് പാർട്ട് 1 തന്നെ നിൽക്കണോ? പാർട്ട് 1 തന്നെയാണോ ബാക്കി ടീച്ചേഴ്സ്? അല്ല, ജിഷ മാം ഹൈജീൻ എടുത്തു, സെക്കൻഡ് ചാപ്റ്റർ എടുത്തു. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട്. ഓക്കെ, യെസ്. ഇന്നിപ്പോ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് നമ്മുടെ പോസ്റ്റ് നാച്ചുറൽ പ്രീ നാച്ചുറൽ ഫാക്ടേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ഫിസിക്കൽ എൻവയോൺമെന്റ് കീഴിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളത് ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോന്നിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് കീഴിൽ എന്തൊക്കെയാണ് വരുന്നത്, അപ്പൊ ഈ ഒരു പേരുകൾ ഓർത്ത് വയ്ക്കാം. പിന്നെ ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കണ്ടെത്തിയാൽ മതി. ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഒരു പേജിൽ കയ്യിൽ എഴുതാവുന്ന അത്ര കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിച്ചാൽ മതി കേട്ടോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ഈസി ആവുന്നത് അതേപോലെ. അതൊന്ന് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ വേണം കേട്ടോ. ഓക്കെ, യെസ്. എങ്ങനെ പോകുന്നു ക്ലാസ്സുകളൊക്കെ ബാക്കി? നന്നായിട്ട് പോകുന്നുണ്ടോ സർ? നിങ്ങള് റെക്കോർഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? റെക്കോർഡൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? റെക്കോർഡൊന്നും പൈസ ആയിട്ടില്ല, ഓർഡർ ക്യാഷ് ആയിട്ടില്ല ചെയ്തിട്ടുണ്ട്. മാം. ക്യാഷ് ആയിട്ട് ക്യാഷ് പേ ചെയ്തോ നിങ്ങൾ എല്ലാവരും? ഇല്ല, ക്യാഷ് ആയിട്ടില്ല. റെക്കോർഡ് ഇപ്പൊ ഞാൻ മേടിച്ചു. പൈസ അയച്ചിട്ടുണ്ട്, റെക്കോർഡ്സ് കിട്ടിയിട്ടില്ല അല്ലെ? വൈകുന്ന സമയത്ത് റെക്കോർഡ് കിട്ടാൻ വൈകുന്നല്ലേ ഉടനെ എന്നോട് കോണ്ടാക്ട് ചെയ്യാം, അവരോട് കാര്യങ്ങൾ പറയാം കേട്ടോ. കാരണം നമ്മള് ഇപ്പോൾ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിനനുസരിച്ച് റെക്കോർഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ലാസ്റ്റ് എഴുതാന്നിരുന്ന നടക്കുന്ന കാര്യമല്ല കേട്ടോ. റെക്കോർഡ് നമുക്ക് 5 എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 5 റെക്കോർഡ്സും കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് വൈവേൽ അത് പ്രസന്റ് ചെയ്യാനുള്ളതാണ്. അല്ല മാം, പിജിക്കാർക്കും ഡിപ്ലോമക്കാർക്കും 5 റെക്കോർഡ് ഉണ്ടോ? പിജിക്കാരുടെ റെക്കോർഡ്സ് എനിക്ക് അറിയില്ല കേട്ടോ. ഇനിയാണെന്ന് പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഡിപ്ലോമക്കാർക്ക് 5 റെക്കോർഡ്സ് ആണ്. പ്രാക്ടീസ് ഉൾപ്പെടെ 5 റെക്കോർഡ്സുകൾ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങളൊരു സമയം കണ്ടെത്തണം കേട്ടോ. റെക്കോർഡ് എഴുതാനാണ് പല കുട്ടികളും ലാസ്റ്റ് കിടന്നത്. അത് ഇപ്പോഴേ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് പല തിരക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ എപ്പോഴാണെന്നുള്ളത് അല്ലെ. അതിനുവേണ്ടി റെക്കോർഡ് എഴുതാൻ വേണ്ടി സാറ്റർഡേ സൺഡേസോ എപ്പോ വേണമെങ്കിലും 1 മണിക്കൂർ അത് മാറ്റി വെച്ചേ മതിയാവും. അല്ലെങ്കിൽ എന്താ വാങ്ങിക്കണം നിർബന്ധമുണ്ടോ? ഇവിടെ തന്നെ വാങ്ങിക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? നിർബന്ധം ടീച്ചർ എന്താ പറഞ്ഞത് ഷംസ? നിർബന്ധമില്ല, അല്ലാതെ നിർബന്ധമില്ല, പക്ഷെ ഈസി ആയിരിക്കും അത് വാങ്ങിച്ചാല്.
നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലാണെങ്കിൽ മാത്രം മതി കേട്ടോ. അല്ല മാം, കണ്ടന്റ് ഒക്കെ നമ്മൾ ഈ റെക്കോർഡ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കണ്ടന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. വെളിയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമ്മൾ തന്നെ എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു. ഇൻഡെക്സ് പേജിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതേണ്ടി വരും. അതില് പുറത്തുനിന്ന് റെക്കോർഡ്സ് ഉള്ളത് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടായിരിക്കും. അതാണ് എന്ന് പറയുന്നത് ടൈറ്റിൽ ആണോ? നമ്മളിപ്പോ റെക്കോർഡിന്റെ ഫ്രണ്ടിൽ ഏതാണ് ടൈറ്റിൽ ആണോ അവര് വാങ്ങിക്കണമെന്ന് ഉണ്ടാവുക? ഇൻഡെക്സ് പേജസ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഇരുന്ന് എഴുതേണ്ടി വരും. കാരണം റെക്കോർഡ് എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. വർക്കുകൾ തരുമ്പോ തന്നെ ടീച്ചർ എന്നാണ് ഒരു വർക്ക് തരുന്നത് അപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും പെൻഡിങ് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെടാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾക്ക് ലാസ്റ്റ് ഒരുമിച്ച് എക്സാം വരും, വൈവ വരും, പ്രാക്ടിക്കൽ സെഷൻസ് വരുമ്പോൾ നിങ്ങൾ അതൊക്കെ കൂടി എഴുതാനിരുന്നാല് കഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞാൽ കഷ്ടപ്പെട്ടു പോകും കേട്ടോ. പല കുട്ടികളുടെ അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്, തരുന്ന വർക്കുകൾ സമയമെടുത്ത് നിങ്ങളുടേത് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് സമയം തരുന്ന വർക്ക് അപ്പൊ തന്നെ ചെയ്യുക. അതാണ് പെൻഡിങ് വെക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നല്ല പണി കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. പെൻഡിങ് വെച്ചാല് ചെയ്യാൻ പറ്റില്ല. അതിന് 5 റെക്കോർഡ്സ് ഒരുമിച്ച് ഒരു ദിവസം തീർത്തൊരു കുട്ടീനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാത്രി മുഴുവൻ ഇരുന്ന് ഉറങ്ങാതെ ഇരുന്ന് തീർക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് കേട്ടോ. ശ്രദ്ധിക്കണം. അതിന് ഇമ്പോർട്ടൻസ് റെക്കോർഡ് എഴുതാനുള്ളത് തന്നതിന് ശേഷമല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ വിചാരിച്ച റെക്കോർഡിലുള്ള കണ്ടന്റ് ഇല്ലേ, ഇപ്പൊ ഇൻഡെക്സ് തരും പറഞ്ഞില്ലേ, അത് നമ്മൾ സെർച്ച് ചെയ്യണം വിചാരിച്ചു. ആക്ടിവിറ്റി തരുമ്പോ അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് റെക്കോർഡ് ആയിരിക്കും ആദ്യം തരുന്നത്. ഫസ്റ്റ് റെക്കോർഡിലെ കാര്യങ്ങള്, പിന്നെ പോയംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ ഈ മോണ്ടിസോറിയുടെ സാധനങ്ങളില്ലേ, റെക്കോർഡ്സ്, നിങ്ങൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ വ്യക്തമായിട്ട് സൂക്ഷിക്കാനായിട്ട് ഒരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. നിങ്ങളൊന്നും എടുക്കാത്ത രീതിയിൽ സൂക്ഷിക്കുക. അതൊക്കെ ഏതൊക്കെ സാധനങ്ങൾ എവിടെയാണെന്ന് കൂടി നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവണം. ലാസ്റ്റ് ഇത് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞു തന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് എപ്പോ വേണമെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വരും. ആ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഓരോ വർക്കുകളും പതിയെ പതിയെ തീർക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോണ്ടിസോറി നല്ല സ്മൂത്ത് ആയിട്ട് വരും. അപ്പൊ എക്സാമിന് മാത്രം പഠിക്കാനുള്ള സമയത്ത് പഠിക്കാം, റെക്കോർഡ്സിന് റെക്കോർഡിൻ്റെതായ സമയം നിങ്ങൾ കൊടുക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഹംബിൾ റിക്വസ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റെക്കോർഡ് കംപ്ലീറ്റ് ആകാതിരുന്ന മാർക്ക് അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ഓക്കെ, ഒന്നും ചെയ്യാതെ 3 റെക്കോർഡ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് പല കുട്ടികളുണ്ട്. 5 റെക്കോർഡ്സ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ നോക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, സൈൻ ഔട്ട് ആരാണെന്ന്? ഞാനാണ് സർ. ഒരു പാട്ടാണ്, ആരും ഓടരുത്. എന്താണ്? ആരും ഓടരുത്, ഒരു പാട്ട് പറഞ്ഞു. പാട്ടാണ്. ഓക്കെ, പഠിക്കും. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പൂറ്റിക്കണ്ണന്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. താങ്ക് യു മിസ് ആതിര മിസ്സിനും എന്റെ കൂട്ടുകാർക്കും. പാടിയില്ലല്ലോ, അത്ര പോരെ. താങ്ക് യു മിസ്. കുറച്ച് ലൈനും കൂടി പാടും. ചോടെന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ. അറിയില്ല മിസ്, എനിക്ക് നോക്കാണ്ട് അറിയില്ല, ഇത്രയും കാണാണ്ട് അറിയും. ഓക്കെ, അതന്നെ ഉള്ളൂ. പിന്നെ ആദ്യം തുടങ്ങി പാടാം. ഓക്കെ, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടോ. സൈനിങ്ങും സൈൻ ഔട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ ക്ലാസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.